സംസ്ഥാനത്തിന്റെ വികസന പാതയിൽ പുതുയുഗം കുറിച്ച് വയനാട് ചുരത്തിന്റെ കുരുക്കഴിക്കാൻ കോഴിക്കോട് വയനാട് ഇരട്ടത്തുരങ്ക പാതയുടെ പാറത്തുരക്കൽ പ്രവൃത്തികൾക്ക് തുടക്കമായി. നിർമ്മാണ സ്ഥലത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫസ്റ്റ് ബ്ലാസ്റ്റിനുള്ള സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. 2134 കോടി രൂപ ചെലവിൽ കിഫ്ബി മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ചരക്ക് ഗതാഗത മേഖലയിലും പദ്ധതി നേട്ടമുണ്ടാക്കും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർണായക ഘട്ടത്തിനാണ് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചത്. 8.73 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം നിർമ്മിക്കാനായി ഫസ്റ്റ് ബാസ്റ്റിനുള്ള സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിലെ സ്വർഗംകുന്നിൽ നിന്നാണ് പാറ തുരന്നു തുടങ്ങുക. ഇതിനു പുറമെ മേപ്പാടി ഭാഗത്തു നിന്നും പാറ തുറക്കൽ ആരംഭിക്കും. ബാസ്റ്റിംഗിന്റെ അപകട സാധ്യത മുൻനിർത്തി കനത്ത സുരക്ഷയിലാണ് ചടങ്ങുകൾ നടന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ, ലിൻഡോ ജോസഫ് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് വയനാട് തുരങ്കപാതയെന്ന് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയസ് ഇഞ്ചനാനിയൽ പറഞ്ഞു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫിന് 100-ൽ 100 മാർക്കെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ഒരു നിശ്ചയദാർഢ്യം ആദ്യം ഈ പ്രോജക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദ്യത്തെ മിനിസ്ട്രിയിൽ ഇത് നമ്മൾ നടപ്പിലാക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ ഈ പദ്ധതിയിൽ ചേർത്ത് വെച്ച് നടപ്പിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രിയോട് ഉള്ള കടപ്പാട് തീർത്താൽ തീരാത്തതാണ്. ഇത് അഭിമാന നിമിഷമെന്ന ലിൻഡോ ജോസഫ് MLAയും പ്രതികരിച്ചു. അത് കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാത്രമല്ല, മറിച്ച് വലിയ ഒരു വികസന മുന്നേറ്റം ഇതുകൊണ്ട് സാധ്യമാണ്. ടൂറിസം മേഖല, മറ്റ് കാർഷിക മേഖല, പശ്ചാത്തല മേഖലയിലെ ഒരു വലിയ ഡെവലപ്മെൻറ്റ്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി എന്ന നിലയിലുള്ള ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയ സാധ്യതയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം യാഥാർത്ഥ്യമാകുന്ന ഈ പദ്ധതി കൊണ്ട് നമുക്ക് സാധ്യമാകാൻ വേണ്ടി. വയനാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്റ്റേജ് 2 ക്ലിയറൻസ് കൂടി ലഭിച്ചതോടെയാണ് ഇരട്ട തുരങ്കം നിർമ്മിക്കാനുള്ള പാറ തുരക്കൽ പ്രവൃത്തി ആരംഭിച്ചത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. രാജ്യത്തെ രണ്ടാമത്തേതും കേരളത്തിലെ ഏറ്റവും വലിയതുമായ ഇരട്ടത്തുരങ്ക പാതയാണിത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്നും കേവലം 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താനാകും. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. തുരങ്കപാതയുടെ നിർമ്മാണ കരാർ ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്കും, മറിപ്പുഴയിൽ ഇരവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന 4 വരി ആർച്ച് സ്റ്റീൽ പാലത്തിന്റെ കരാർ പൂനെ കൺസ്ട്രക്ഷൻ കമ്പനിക്കുമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ചരക്ക് ഗതാഗതത്തിനും വലിയ നേട്ടമാകും. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ 1.5 മണിക്കൂർ ലാഭം ഉണ്ടാകുമെന്നതും വലിയ നേട്ടമാണ്. തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതിലൂടെ അഭിമാന പദ്ധതി അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാമെന്നതാണ് പ്രതീക്ഷ. പദ്ധതി പ്രദേശത്ത് നിന്നും അതീന്ദർ ജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്ട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.